ചങ്ങമ്പള്ളി ആയുർവേദ വൈദ്യശാല എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടില്ലെങ്കിൽ കേട്ടിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു പ്ലേസാണ്, ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ ഈ ഹോസ്പിറ്റൽ. ഇതിൻ്റെ പ്രത്യേകത, ഇവിടുത്തെ മെയിൻ ട്രീറ്റ്മെൻറ്റ് ഇവർ കൊടുക്കുന്നത് ക്യാൻസറിനാണ്. ആ ഒരു ഇപ്പോൾ 24-25 ലക്ഷങ്ങളൊക്കെ ചിലവഴിച്ചിട്ട് വീണ്ടും ക്യാൻസർ വീണ്ടും തന്നിലേക്ക് എത്തിയിട്ടുള്ള എത്രയോ രോഗികൾ ഇവിടെ ഇപ്പം സുഖം പ്രാപിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ജീവിത രീതികളും മൊത്തം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ചികിത്സ തന്നെയാണ് കേട്ടോ. ഒരു ക്യാൻസറിന് പ്രത്യേകമായിട്ട് ചികിത്സ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയാനും അവർക്ക് ഈ ഒരു ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്യാനും ഏതൊരാൾക്കും കഴിയുന്ന, ഇത് കാണുന്ന ആയിക്കോട്ടെ, ഇവിടെ പോയി അനുഭവമുള്ളവരായിക്കോട്ടെ, അവർക്ക് ഈ ഒരു ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് ഉറപ്പാണ് ഈ ഒരു കാര്യത്തിൽ. നമ്മുടെ ഈ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ രോഗനിർണയം നടത്തി അവരുടെ സ്റ്റേജ് ഏതാണെന്ന് കൺഫേം ആക്കി അത് മനസ്സിലാക്കി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ അവർ നടത്തുന്നത്. രോഗികളുടെ മാനസികവും ശാരീരികവും സാമൂഹികവും ഒക്കെ ആയിട്ടുള്ള അവരുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല സ്നേഹത്തോടെയും പരിഗണനയോടെയും, സ്നേഹവും പരിഗണനയും ആത്മാർത്ഥതയും ഒക്കെ നിറഞ്ഞ രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ശരിക്കും നമ്മൾ രോഗികൾക്ക് വേണ്ടത് ഒരു ചികിത്സയാണ്. മരുന്ന് കഴിച്ചാൽ അസുഖം മാറുള്ളൂ, പക്ഷെ ആ ഒരു രീതി ഉണ്ടല്ലോ, നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു രീതി, അത് നല്ലതായാൽ നമ്മുടെ മരുന്നും നല്ലതാവും, നമ്മളെ രോഗം പെട്ടെന്ന് മാറുകയും ചെയ്യും. എല്ലാം കൊണ്ടും നമ്മൾ നല്ലതാവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഏത് അസുഖത്തിനായില്ലേ നമ്മൾ മാറണം എന്നുണ്ടെങ്കിൽ എത്ര പൈസ ചിലവഴിക്കാനും നമ്മൾ തയ്യാറാണല്ലേ. നമ്മുടെ ലൈഫ് വീണ്ടെടുക്കാൻ, നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ നമ്മൾ എത്ര വേണമെങ്കിലും ചിലവഴിക്കാൻ, കടമായിട്ടും അങ്ങനെ നമ്മുടെ കുട്ടിയുടെ ആരോഗ്യം, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ആരോഗ്യം, അല്ലെങ്കിൽ നമ്മുടെ വൈഫിൻ്റെ ആരോഗ്യം നമ്മൾ മെച്ചപ്പെടാൻ വേണ്ടി എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, എത്ര കടം മേടിക്കാൻ പറ്റും, അതൊക്കെ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ ചെയ്ത് നടത്താറുണ്ട് അല്ലേ. മരണത്തിന് വിട്ടുകൊടുക്കാതെ, അല്ലെങ്കിൽ ജീവിതകാലം വിഷമിച്ച് കഴിയാൻ വിട്ടുകൊടുക്കാതെ നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്ത്, അങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ, അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്, പ്രത്യേകിച്ച് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എല്ലാവിധ വേദനകൾക്ക്, ക്യാൻസറിന് മാത്രമല്ല കേട്ടോ, സ്പെഷ്യലി ക്യാൻസറിനാണെങ്കിലും എല്ലാവിധ വേദനകൾക്കും ബെസ്റ്റ് ഒരു പ്ലേസ് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്.